ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുതിയ പരീക്ഷ നടത്തണമെന്നതുൾപ്പെടെയുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. KSEB ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച KSEBക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കോഴിക്കോട് സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ത്യയ്ക്കെതിരായ ട്വന്റി മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 235 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ ട്വന്റി അല്പസമയത്തിനകം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുതിയ പരീക്ഷ നടത്തണമെന്നതുൾപ്പെടെയുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. വിഷയം ഉൾപ്പെട്ട 26 ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെ വാദം കേൾക്കും. നീറ്റ് ക്രമക്കേടുകളെക്കുറിച്ച് പ്രത്യേകവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്ന് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അതിനിടെ പരീക്ഷയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായി തെളിഞ്ഞിട്ടില്ലാത്തതിനാൽ നീറ്റ് UG 2024 വീണ്ടും നടത്തേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ മോസ്കോയിലെത്തുന്ന പ്രധാനമന്ത്രി 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഓസ്ട്രിയയിലെത്തും. 41 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. 2024-25 കേന്ദ്ര ബജറ്റ് ജൂലൈ 23-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ യുവാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച KSEBക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇത് സംബന്ധിച്ച പരാതിയിൽ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരിശോധന നടത്തി 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. തിരുവമ്പാടി സ്വദേശി UC അജ്മൽ ഉള്ളാട്ടിൽ എന്ന യുവാവിന്റെ വീട്ടിലെ കണക്ഷനാണ് KSEB വിച്ഛേദിച്ചത്. ബില്ല് ഓൺലൈനായി അടച്ചിട്ടും കണക്ഷൻ വിച്ഛേദിച്ചതാണ് പരാതിക്ക് ഇടയായത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കമ്മീഷൻ നടപടി. അതിനിടെ KSEB ജീവനക്കാർക്കോ ഓഫീസിനോ എതിരെ ഇനി ആക്രമണമുണ്ടാകില്ല എന്ന് യുവാവിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയതായി KSEB ചെയർമാൻ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർമാൻ പറഞ്ഞു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കോഴിക്കോട്ട് സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതിനായി 463 കോടി രൂപ ചെലവഴിക്കും. തിരൂരങ്ങാടി MK ഹാജി ഓർഫനേജ് ആശുപത്രിയിലെ വിവിധ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സപ്ലൈകോയുടെ 50ാം വാർഷികം പ്രമാണിച്ച് കേരളത്തിൽ പുതിയ 50 മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. കാസർഗോഡ് പുതുക്കൈ ചേടി റോഡ് മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് ടൂറിസം വികസനത്തിൽ വളരെ വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും അത് ശരിയായി ഉപയോഗിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മീയ ടൂറിസം മേഖലയ്ക്ക് വളരെ വലിയ സാധ്യതകളാണ് ഉള്ളത്. ഈ രംഗത്തെ സാധ്യതകൾ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും രൂപപ്പെടുത്തി അന്തർദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ ടൂർ ഓപ്പറേറ്റർമാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓഫ് റോഡ് മത്സരങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് കോടഞ്ചേരിയിലെ പുലിക്കയത്ത് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓഫ് റോഡ് ചാമ്പ്യൻഷിപ്പുകൾ നടത്താൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നും ആളുകൾ എത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിൽ വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ്, റാഫ്റ്റിംഗ്, റെസ്ക്യൂ എന്നിവയിലും പാർക്ക് റാഫ്റ്റിംഗിലും ക്രാഷ് പരിശീലന കോഴ്സുകൾ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കോച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു.
ഇത്തരം ഒരു സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യത്തിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കമ്മീഷൻ നോട്ടീസ് അയച്ചു. പീഡനക്കേസിൽ പ്രതിയായ കോച്ച് മനു കഴിഞ്ഞ 10 വർഷമായി KCAയിൽ കോച്ചാണ്. ഇയാൾ പോക്സോ കേസിൽ പ്രതിയായി റിമാൻഡിലാണ്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സംഗീത ആസ്വാദകരെ ആനന്ദ നിർവൃതിയിലാഴ്ത്തിക്കൊണ്ട് 41 നാൾ നീണ്ടുനിന്ന തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അതിപ്രശസ്തരായ സംഗീതജ്ഞർ പങ്കെടുത്തുകൊണ്ട് ധന്യമായ തുരീയം സംഗീതോത്സവം പയ്യന്നൂരിന്റെ സാംസ്കാരിക പെരുമ വിളിച്ചറിയിക്കുന്നതായിരുന്നു. പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർക്കുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ, സഞ്ജയ് സുബ്രഹ്മണ്യം, TM കൃഷ്ണ, L സുബ്രഹ്മണ്യം, അരുണ സായിറാം, രമേശ് നാരായണൻ തുടങ്ങിയവർ കച്ചേരി അവതരിപ്പിക്കാൻ എത്തിയിരുന്നു. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ 19ാമത് സംഗീതോത്സവത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. സമാപന സമ്മേളനത്തിന് ശേഷം പഞ്ചരത്ന കീർത്തന ആലാപനവുമുണ്ട്. പാടുന്നവരും ആസ്വദിക്കുന്നവരും ഇവിടെ ഒരുപോലെ ആനന്ദം അനുഭവിക്കുകയാണ്. തിരുവനന്തപുരം മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൂടി അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് പെരുമാതുറ മേഖലാ പ്രവർത്തക സമിതി യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അപകടങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഭൂരിഭാഗം വള്ളങ്ങളും തൊഴിലാളികളും ഇപ്പോൾ നീണ്ടകര വിഴിഞ്ഞം ഹാർബറുകളെയാണ് ആശ്രയിക്കുന്നത്. ഇത് കാരണം തൊഴിലാളികൾ അധിക ബാധ്യതയും സാമ്പത്തിക പ്രയാസങ്ങളും നേരിടുകയാണെന്നും അതിനാൽ ഇവർക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നുമാണ് പ്രമേയത്തിലെ ആവശ്യം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ 5 ദ്വീപുകളിലെ പണ്ടാരം ഭൂമി ഏറ്റെടുക്കുന്ന നയങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് ലക്ഷദ്വീപ് ഘടകം BJP പ്രസിഡന്റ് KN കാസിമിക്കോയ വിഷയത്തിന്റെ ഗൌരവം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിനായി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരെ സന്ദർശിക്കുമെന്നും ദ്വീപ് നിവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നബാർഡ് നടപ്പിലാക്കുന്ന സംയോജിത പട്ടികവർഗ വികസന പരിപാടിക്ക് തിങ്കളാഴ്ച കൊല്ലത്ത് തുടക്കമാകും. കുളത്തൂപ്പുഴ കടമാൻകോട് മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു N കുറുപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. 8 ഊരുകളിലായി താമസിക്കുന്ന 413 കുടുംബങ്ങളുടെ സുസ്ഥിരമായ ഉപജീവന മാർഗവും കാർഷിക പുരോഗതിയും ലക്ഷ്യമിട്ടാണ് 5 വർഷം നീളുന്ന വികസന പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ തണൽ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയ്ക്കെതിരായ 2ാം T20 ക്രിക്കറ്റ് മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 235 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് എടുത്തു. ഇന്ത്യയ്ക്കായി ഓപ്പണർ അഭിഷേക് ശർമ്മ സെഞ്ചുറി നേടി. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ സിംബാബ്വെ 3.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 41 റൺസ് എടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2ാം വനിതാ T20 ക്രിക്കറ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ചിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഉറുഗ്വേയും കൊളംബിയയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 ബ്രസീലിനെ തോൽപ്പിച്ചാണ് ഉറുഗ്വേ സെമിയിലെത്തിയത്. പനാമയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്താണ് കൊളംബിയയുടെ സെമി പ്രവേശം. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ അർജന്റീനയും കാനഡയും ഏറ്റുമുട്ടും. കൊളംബിയ ഉറുഗ്വേ സെമി പോരാട്ടം വ്യാഴാഴ്ച നടക്കും. ദേശീയ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛതാ പക്വാഡ പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കമായി. ഇന്ത്യൻ ഓയിലിന്റെ നേതൃത്വത്തിലുള്ള പരിപാടി കൊല്ലം NCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുതിയ പരീക്ഷ നടത്തണമെന്നതുൾപ്പെടെയുള്ള ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. KSEB ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച KSEBക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കോഴിക്കോട് സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ത്യയ്ക്കെതിരായ T20 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 235 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 അല്പസമയത്തിനകം ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.